പറഞ്ഞു, ഇതാണൊരു ഇടവക, ഇതാവണം ഒരു ഇടവക, ഇതാണൊരു കുടുംബം. ഇടവകയാകുന്ന കുടുംബം ഇങ്ങനെ വേണം വളരാൻ. പള്ളി മാത്രമല്ല, പള്ളിയോടൊപ്പം നമ്മുടെ ഇടവക മുഴുവൻ ആത്മീയമായി വളർന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തിന് നിമിഷങ്ങളാണ്. ഒരു യാത്രാ മൊഴിയോടെ വിടവാങ്ങും പ്രിയ സന്ധ്യേ, ഒരു പാവം കനൽ മേഘം മിഴിവാർക്കും മഴയിലെ സൂര്യനായി അറിയുന്നുവോ മഞ്ഞിൻ നേർത്ത മൗനമേ. ഒരു യാത്രാ മൊഴിയോടെ വിടവാങ്ങും പ്രിയ സന്ധ്യേ. കൊണ്ടു ഞാൻ എഴുതി നിൻ ഭാഗ്യജാതകം, ഒരു വാക്കിൻ പൂർണ്ണചന്ദ്രനെ കാണാൻ നിൻ കൺമറന്നുവോ. ഒരു തൂവൽ ചില്ലു കൊണ്ടു ഞാൻ എഴുതി നിൻ ഭാഗ്യജാതകം, ഒരു വാക്കിൻ പൂർണ്ണചന്ദ്രനെ കാണാൻ നിൻ കൺമറന്നുവോ. ഒരു മനസ്സിലെ മർമ്മരം തരാൻ തിരികെ നീ പോരുമോ. ഒരു മനസ്സിലെ മർമ്മരം ഈ നൂറുകണക്കിന് ദൈവജനം അമ്മ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ കുരിശ് ചുവട്ടിൽ ഞാൻ അനുഭവിച്ച നൊമ്പരങ്ങൾക്ക് അളവുണ്ടോ? അളവില്ലാത്ത വേദനയുടെ ഹൃദയമല്ലേ എന്റേത്. അതുകൊണ്ട് എന്റെ മക്കളെ, എന്റെ മകളെ, എന്റെ മകനെ, നിന്റെ ജീവിതം ഒരു വേനൽ കാറ്റിലിന്നലെ വെറുതെ നാം വേർപിരിഞ്ഞു പോയി. ഒടുവിൽ നാം ഒന്നു ചേർന്നതീ തണുവോരും തീ തടാകത്തിൽ. ഇനിയൊരു ജലഭേരിയായി വരാൻ ഈ ജന്മം മാത്രമോ. ഇനിയൊരു ജലഭേരിയായി വരാൻ ഈ ജന്മം മാത്രമോ. ഒരു യാത്രാ മൊഴിയോടെ വിടവാങ്ങും പ്രിയ സന്ധ്യേ, ഒരു പാവം കനൽ മേഘം മിഴിവാർക്കും മഴയിലെ സൂര്യനായി അറിയുന്നുവോ മഞ്ഞിൻ നേർത്ത മൗനം. ഈ പിക്നിക്ക് തീരുന്നതിന് മുമ്പ് പരസ്പരം ഒരു 10 ഗുണങ്ങളെങ്കിലും, 10 ഗുണങ്ങൾ, ദുർഗുണങ്ങളല്ല, 10 ഗുണങ്ങളെങ്കിലും പരസ്പരം ഒന്ന് പറയാൻ പറ്റും. വിടവാങ്ങും പ്രിയ സന്ധ്യേ, മറക്കില്ല മനസ്സിന്റെ മുറിവിൽ നിന്നൊഴുകുന്ന പ്രണയത്തിൻ മഴവില്ലു ഞാൻ. മരണത്തിൻ മടിയിലെ കുറുക്കുന്ന കലഹത്തിൽ കലപ്പുന്ന മഴപക്ഷി ഞാൻ. മാമൂടിൻ്റെ മലമുകളിൽ മാമൂടിൻ്റെ മക്കൾക്ക് മുറിഞ്ഞ പള്ളിക്ക് പകരം മാലാഖമാരുടെ മാമൂട് പള്ളി ഒരുക്കിയ സോണിയച്ചന് സ്നേഹത്തോടെ യാത്രാശംസകൾ നേരാം. നൽകിയ നന്മകളെ നന്ദിയോടെ ഓർക്കാം. എന്നും പ്രാർത്ഥിക്കാം ഈ പുരോഹിതന് വേണ്ടി.